3 ഡപ്പി ഉണ്ട്. ഓയ് ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം തംബ്നെയിലും ക്യാപ്ഷനൊക്കെ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും കഴിഞ്ഞ വ്ളോഗിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് കേട്ടോ. നമ്മൾ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ സെക്കൻഡ് ഡേ വ്ളോഗാണിത്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് റെഡി ആയിട്ട് റൂമൊക്കെ വെക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത്. സത്യം പറഞ്ഞാൽ നമ്മൾ സ്റ്റേ ചെയ്ത റൂമിൻ്റെ വീഡിയോയും രാവിലെ എഴുന്നേറ്റിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ടാണ് തോന്നുന്നു പലതും ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അതും പോയി കിട്ടിയിട്ടുണ്ട്. സോ അപ്പം ഞാൻ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഈ വ്ളോഗ് തട്ടിക്കൂട്ടിയിരിക്കുന്നത്. ഫുഡ് ആൻഡ് അക്കോമഡേഷനും പിന്നെ നമ്മുടെ പാക്കേജിൻ്റെ കാര്യമൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ നോക്കുകയാണ്. അപ്പം ഞാൻ പൂരിയും പിന്നെ നമ്മുടെ വെള്ളയപ്പം, മുട്ടക്കറി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നേരെ ഫുഡ് കഴിക്കുകയാണ്. അവർ പറഞ്ഞ കണക്ക് പ്രകാരം നമ്മളൊരു 8 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങേണ്ടതാണ്. പക്ഷെ നമ്മുടെ കയ്യിലിരിപ്പ് വെച്ചിട്ട് 9-9:30 ആയിട്ടോ ഫുഡ് കഴിക്കാൻ എത്തിയപ്പോഴത്തേക്ക് തന്നെ. കഴിഞ്ഞ ദിവസത്തെ കറക്കൊക്കെ കഴിഞ്ഞിട്ട് റൂം എത്തിയപ്പോഴത്തേക്കും തന്നെ 12 മണിയായി. പിന്നെ ഒന്ന് ഫ്രഷായി കിടന്നുറങ്ങിയപ്പോൾ തന്നെ 1 മണിയായിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ ഉറങ്ങി എഴുന്നേക്കാൻ ഭയങ്കര മടിയായിരുന്നു. ഒന്നാമത് മൂന്നാമത്തെ തണുപ്പ് അറിയാലോ. പിന്നെ നല്ല രീതിയിൽ സുഖമായി കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലെ എഴുന്നേക്കാൻ നല്ല വൈകിട്ടുണ്ടായിരുന്നു ഓരോരുത്തരും കേട്ടോ. ഞാൻ വലിയ കാര്യത്തിൽ 7 മണിക്ക് എഴുന്നേക്കാൻ വേണ്ടി അലാറമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒന്ന് രാവിലത്തെ ബഹളം കേട്ടിട്ട് ഇടക്കണിട്ട് നോക്കിയപ്പോഴുണ്ട് അച്ഛൻ കുളിച്ച് റെഡിയായി നിൽക്കുന്നത്, ബാക്കി എല്ലാവരും കിടക്കുന്നു. അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, അച്ഛൻ വീട്ടിലും അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മുടെ ഫുഡ് ഡേ കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റത്തെ പ്ലേസിലെത്തിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ രാത്രി ഒരു മിന്നായം പോലെ കണ്ടു പറഞ്ഞ വാട്ടർഫാൾസ് ഇല്ലേ, ചീയപ്പാറ വാട്ടർഫാൾസ്, അതായിരുന്നു നമ്മുടെ ഫസ്റ്റത്തെ ഡെസ്റ്റിനേഷൻ. ഇതെന്തോരം കൂറ്റ മോളിൽ നിന്നാണെന്നറിയോ വെള്ളം വീഴുന്നത്. അതൊക്കെ കൊണ്ട് കുറച്ച് നേരം വായുമ്പൊളിച്ച് നിന്ന ശേഷം നേരെ അപ്പുറത്തെ കടയിലോട്ട് വിട്ട് അവിടുന്ന് എല്ലാ സാധനങ്ങൾക്കും വില വെച്ച് അവസാനം ഒരു ക്യാപ്പൊക്കെ എടുത്ത് തലയിൽ വെച്ച് ഷോ കാണിച്ചിട്ട് നേരെ അപ്പുറത്തെ കടയിൽ പോയിട്ട് കുറച്ച് ഉപ്പിലിട്ട് സാധനം വാങ്ങിച്ചു വെച്ച്. നമ്മുടെ മുതലാളി കൂടുതലുള്ളത് തന്നെ ക്യാഷൊക്കെ അവൻ തന്നെ സെറ്റിൽ ചെയ്തു കേട്ടോ. അതാ കണ്ടില്ലേ പൈസയൊക്കെ എണ്ണി കൊടുക്കുന്നത്. അവിടെ നിന്ന് നേരെ ഓടി പറന്ന് വണ്ടി കയറി. ഇനി നേരെ എറണാകുളം. അവിടെ എത്തുമ്പോഴത്തേക്ക് ഉച്ചയാവുന്ന ഡ്രൈവറേട്ടൻ പറഞ്ഞത്. അതുവരെ നമുക്ക് സമയം പോണ്ടേ, അതുവരെ നമുക്ക് ഡാൻസ് കളിച്ച് എൻജോയ് ചെയ്യാം. ഉറങ്ങിക്കിടന്നവരെയും ഉറങ്ങിക്കിടക്കണ പോലെ അഭിനയിച്ചവരെയും കൂർക്കം വലിച്ചവരെയും എല്ലാവരെയും കുത്തിപ്പൊക്കി എഴുന്നേപ്പിച്ചിട്ടുണ്ട്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ വിചാരിച്ച് ഈ വണ്ടി ഓട്ടെ എല്ലാം കൂടി അടിയിൽ കൂടെ പോകുന്നു. പക്ഷെ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല കേട്ടോ. എന്തായാലും അച്ഛന്മാരും അമ്മമാരും ചെറിയച്ഛന്മാരൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പത്തേക്ക് എന്താ പറ്റിയെന്ന് വെച്ചാൽ നമ്മളെടുത്ത് ഈ വണ്ടി പോരായിരുന്നു. തീരെ സ്പേസ് ഇല്ല, ചാടാൻ അങ്ങോട്ട് പറ്റണില്ല, 2 കാലും അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടുന്നു. പറയാൻ 20 സീറ്റിന്റെ വണ്ടിയാണ്, നമ്മളാകെ 14 വരെ ഉള്ളൂ. എന്നാലും നമുക്കങ്ങോട്ട് പോരാ. ആട്ടവും പാട്ടവും ചാട്ടമൊക്കെ കഴിഞ്ഞ് ഒന്ന് ക്ഷീണിച്ചെത്തിയപ്പോഴത്തേക്കും എറണാകുളം എത്തി.
ആ ക്ഷീണം അങ്ങോട്ട് മാറ്റാൻ വേണ്ടി ഫുഡ് അടിക്കാന്ന് വിചാരിച്ച് നേരെ ഒരു കടയിൽ കയറി. കഴിഞ്ഞ ദിവസം കുത്തിക്കയറ്റിയ ബിരിയാണിയുടെ ക്ഷീണം മാറ്റാൻ എല്ലാവർക്കും ചോറും കഞ്ഞിയും മതി എന്ന് പറഞ്ഞിട്ടാണ് കടയിൽ കയറിയത്. പക്ഷെ അവിടെ ചോറും കഞ്ഞിയൊന്നും ഉണ്ടായിരുന്നില്ല, നേരെ ബിരിയാണി മാത്രം. അങ്ങനെ കഞ്ഞി വേണമെന്ന് പറഞ്ഞ് കരഞ്ഞു വിളിച്ച ആൾക്കാരെ എല്ലാം ആശ്വസിപ്പിച്ചിട്ട് ഓരോ ബിരിയാണി അങ്ങോട്ട് വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ എല്ലാവരും കബൂറാക്കി. ഇനിയപ്പോൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഒരു പള്ളിയാണ് കേട്ടോ. സത്യം പറഞ്ഞ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ പറയാൻ വേണ്ടിയിട്ട് പള്ളിയുടെ പേരൊക്കെ കാണാതെ പഠിച്ചു വെച്ചായിരുന്നു, അതൊക്കെ മറന്നുപോയി. പേരൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ ഇപ്പം ഞാൻ പള്ളി എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു ജൂതപ്പള്ളിയാണെന്ന് മാത്രം അറിയാട്ടോ. ഇത് അങ്ങോട്ട് കയറുമ്പത്തേക്കുള്ള വഴിയാണ്, ഫുള്ള് കടക്കാര്. കൂടെ ഉള്ളത് മുഴുവൻ കുട്ടിപ്പിശാശികളായതുകൊണ്ട് വിട്ട് അങ്ങോട്ടാ ഓടണത്. അവസാനം എല്ലാത്തിൻ്റെയും കൈവിടാതെ പിടിച്ചിട്ടാണ് പള്ളീൻ്റെ അകം വരെ എത്തിച്ചത്. അന്നൊക്കെ അവിടെ നല്ല വെയിലായിരുന്നു, ആകെ കരിഞ്ഞുണങ്ങിയിട്ടുണ്ടായിരുന്നു. സൺസ്ക്രീൻ ഇട്ടിട്ട് പോലും ഞാൻ കരിഞ്ഞുപോയി. ഈ കടകളിൽ ഫുള്ള് പുരാതനമായിട്ടുള്ള സാധനം, അതോ ഒടുക്കത്തെ വിലയും. നമുക്കൊന്നും പറ്റിയ സാധനങ്ങളേ ഇവിടെ ഇല്ലാന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ഒന്നും തിരിഞ്ഞു നോക്കാതെ നേരെ ഞാൻ പള്ളിക്കകത്ത് കയറി. പള്ളിക്കകത്താണെങ്കിൽ എന്തോരം കാർ ബൾബുകളാണ്. നോക്കി നോക്കി എൻ്റെ കണ്ണ് വരെ മഞ്ഞളിച്ചു പോയി. കല്യാണ വീട്ടിലെ മതിലുമ്മേ തലേന്ന് തൂക്കിയിട്ട മാല ബൾബ് പോലെയുണ്ട്. കുറച്ചു നേരം അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഒന്ന് സൈഡായി. അപ്പത്തേക്ക് ഓരോ കുന്ത്രാണ്ടങ്ങൾ വന്ന് എനിക്ക് ഫോട്ടോ എടുത്തതാ, ഈ ഫോട്ടോ എടുത്തതാ, ആ ഫോട്ടോ എടുത്തതാ, അങ്ങനെ എല്ലാം എടുത്തെടുത്ത് എൻ്റെ ഫോട്ടോ എടുക്കാൻ ഞാൻ മറന്നു. ഇതൊക്കെ എന്ത് സാധനങ്ങളാണെന്ന് പോലും എനിക്കറിയത്തില്ല. എല്ലാം കാണാൻ നല്ല രസമുണ്ട്, അതുകൊണ്ട് ഞാൻ എല്ലാം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഓരോന്നോരോന്ന് കണ്ട് മനസ്സിലാക്കിക്കോളൂ സ്വയം തന്നെ. പിന്നെ ഇവിടെ കുറേ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ അതൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും വായിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കി വെച്ചോളൂ. എനിക്ക് വായിച്ച് പറഞ്ഞിടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ആഗ്രഹം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ അപ്പുറത്തൊരു കോണിപ്പടിയുണ്ട്, അതിൻ്റെ കൂടെ മേലെ കയറിപ്പോയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫുൾ വ്യൂ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ അതൊക്കെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ പുറകിലായിട്ട് ഒരു കുഞ്ഞു മുറി ഉണ്ടായിരുന്നു. അതിനകത്ത് ഇതിൻ്റെ ചരിത്രം മുഴുവൻ എഴുതി വെച്ചിട്ടുണ്ട്. കുറച്ചു നേരം അകത്ത് കൂടെയൊക്കെ നടന്ന ശേഷം നേരെ പുറത്തോട്ട് ഇറങ്ങി. ഒരു പുൽച്ചെടിനെ പോലും വിട്ടുവെക്കാതെ ഫോട്ടോ എടുക്കുന്ന എൻ്റെ അച്ഛനെ കണ്ടോ. ഒന്നും വാങ്ങിക്കാനില്ലെങ്കിലും ഈ കടകളിലെല്ലാം കയറിയിട്ടുണ്ട്. കൗതുകം ലേശം കൂടുതലാണേ. അപ്പം ഇനി നമ്മൾ അടുത്തെത്തിയിരിക്കുന്നത് ബോട്ടിങ്ങിന് വേണ്ടിയിട്ടൊരു സ്ഥലത്താണ് കേട്ടോ. അടുത്ത കുറച്ച് നല്ല രീതിയിൽ എൻജോയ് ചെയ്തത് ഈ ബോട്ടിങ് തന്നെയായിരുന്നു. തിരക്ക് വരുമ്പോഴത്തേക്കും ആദ്യം കയറി സീറ്റ് പിടിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവരും. ഞാനും ഏട്ടന് സൈഡ് സീറ്റിന് വേണ്ടി അടിയായിരുന്നു. അവസാനം ഏട്ടൻ കയറി സൈഡ് സീറ്റ് പിടിച്ചു. ദാണ്ട പുറകിൽ നിന്ന് ഒരാൾ ടാറ്റ കാണിക്കുന്നുണ്ടോ. അവർക്ക് രണ്ടുപേർക്കും അപാര ധൈര്യം ആയതുകൊണ്ട് അവർ രണ്ടുപേരും അവിടെ ഇരിക്കുന്നെന്ന് പറയാൻ പറഞ്ഞു. ആൾക്കാരൊന്നും വരാത്തതുകൊണ്ട് നമ്മൾ ആ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ഒരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ് കയറിയതാണ്. അപ്പത്തേക്ക് എല്ലാ കുറിപ്പുകളും പിന്നാലെ വന്നുകൊണ്ട് ആ ഒരു ആഗ്രഹം അവിടെ അവസാനിപ്പിച്ചു.
ഇതാണ് എൻ്റെ അച്ഛൻ. ഒരു ഫോട്ടോ എടുത്ത് തരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എവിടെ നിന്ന് ഒരു കണ്ണാടിയൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. എത്ര ചിരിക്കാൻ പറഞ്ഞാൽ ഈ ഒരു മസിൽ പിടിച്ച ലുക്ക് എൻ്റെ അച്ഛനെ കിട്ടുള്ളൂ. ഏത് ഫോട്ടോ എടുത്താലും അങ്ങനെ തന്നെയാണ്. ഇരിക്കുന്ന ഇരിപ്പുണ്ടെന്ന് വെച്ചാൽ കടലിനോട് എന്തോ വൈരാഗ്യമുള്ള പോലെ. പക്ഷെ ആള് പാവാട്ടോ, ശുദ്ധനാണ്. ഇനി നമുക്ക് കുറച്ച് കടൽ ആസ്വദിക്കാം. നേരത്തെ ആസ്വദിക്കലൊക്കെ ഒരു വഴിയായപ്പോൾ ബോറടിക്കാൻ തുടങ്ങി. അങ്ങനെ നേരെ താഴോട്ട് ഇറങ്ങി. ഇവിടെ അപ്പോൾ കുറേ പേര് ഡാൻസ് കളിക്കുന്നു പാട്ടൊക്കെ വെച്ചിട്ട്. ഈ കൂടുതലുള്ള സാധനങ്ങളോട് പോയി ഡാൻസ് കളിക്കാൻ പറഞ്ഞപ്പോൾ നീയും വാന്ന്. ഞാനാണെങ്കിൽ ഇക്കണ്ട മനുഷ്യന്മാരുടെ മുന്നിൽ എങ്ങനെ ഡാൻസ് കളിക്കാന്ന് പറഞ്ഞ് മടിച്ചിരുന്നും പോയി. എൻ്റെ മടി കണ്ടപ്പോൾ കൂടുതലുള്ള സാധനങ്ങളും മടിച്ചിരുന്നും പോയി. അവസാനം ഞങ്ങൾ ബാക്കിയുള്ളവർ കളിക്കുന്നത് ആസ്വദിച്ചിരുന്നു പോയി. ഇപ്പൊ മുടുക്കനായിട്ടുണ്ട്. 2 ചെവിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ എൻ്റെ അമ്മൻ്റെ മുഖത്തൊരു എക്സ്പ്രഷൻ വരും. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എന്തായാലും ആ ആംഗ്യം കാണിക്കലിന്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. കുട്ടികളെയും കാട്ടി പരാണല്ലോടി നീ എന്നാണ് എൻ്റെ അമ്മ ഉദ്ദേശിച്ചത്. ആ ഒരു ഡയലോഗ് കേട്ടപ്പോൾ ഞാൻ ആ സാധനം അവിടെ വെച്ചിട്ട് തിരിച്ചു നടന്നു. തെറ്റിപ്പോയി എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ തലയിൽ വെക്കുന്ന 2 ക്ലിബും കുറച്ച് കപ്പലണ്ടി ഒരു കോൽമുട്ടായൊക്കെ വാങ്ങിച്ചു തന്ന്. ആ ഒരു സൂപ്പിക്കൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞാൻ പോയി വണ്ടിയിൽ സുഖിച്ചിരുന്ന്. ഇനിയപ്പോൾ നമ്മൾ അടുത്ത് പോകാൻ പോകുന്നത് ബീച്ചിലോട്ടാണ്. ബീച്ചിൽ ഉപ്പ് വെള്ളത്തിൽ ഇറങ്ങി കളിച്ച ചൊറി വരുമെന്ന് പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും പറഞ്ഞിട്ടാണ് ഈ ബീച്ചിലോട്ട് പോയതെങ്കിലും അവസാനം ഞാൻ ബീച്ചിലിറങ്ങി കളിച്ചു ഗൈസ്. എന്തായാലും സൂര്യൻ അസ്തമിക്കാനായിട്ട് മുട്ടി നിൽക്കുമ്പോഴാണ് നമ്മൾ അങ്ങോട്ട് എത്തിയത്. അതുകൊണ്ട് അസ്തമയം കാണാൻ പറ്റി. ചെറായി ബീച്ചിലോട്ടാണെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. അവസാനം അവിടെ നല്ല മഴ ആയതുകൊണ്ട് നേരെ വൈപ്പിൻ ബീച്ച് പിടിച്ച്. ഇവിടെ ആണെങ്കിൽ മഴയും ഒരു തേങ്ങാക്കൊല്ലയില്ല. അതുകൊണ്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി.
ആയപ്പോൾ എല്ലാത്തിനും തല്ലിപ്പിച്ച് വണ്ടി കയറ്റി നേരെ മെട്രോയിലോട്ട്. നമ്മുടെ പാലക്കാട് ഈ സാധനം ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും ഒരു കൗതുകമായിരുന്നു. അവസാനം അതിൽ പിടിച്ചു കയറി 2 സ്റ്റോപ്പ് അപ്പുറത്തിറങ്ങി തിരിച്ച് വണ്ടിയിലോട്ട്. അത് കഴിഞ്ഞിട്ട് വിമാനം കാണിച്ചു തരാ പറഞ്ഞിട്ട് കൊണ്ടുപോയതാണ്. കാത്തുകാത്തിരുന്ന് മിന്നായം പോലെ വിമാനം കണ്ടു. അങ്ങനെ രാത്രിയത്തെ ഫുഡ് അടിയും കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് വീട്ടിലോട്ട്. അപ്പം നമ്മുടെ ട്രിപ്പിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിച്ചു ഗൈസ്. അപ്പം വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ.